ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് റവ ഇഡ്ലി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഈ ഓയിലൊക്കെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തുണ്ട് ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു. ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ള റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് ആറാനായിട്ട് വെക്കണം. അപ്പോൾ ആറിയ റവ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെറിയ പുളിയുള്ള തൈരാണ് കേട്ടോ, ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാൻ പാടില്ല. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കണ്ട. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇത് ഒരുപാട് വെള്ളമായിരിക്കാൻ പാടില്ല, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ട് തന്നെ ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയൊക്കെ തടവി കൊടുക്കണം. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ, ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ നമ്മൾ എല്ലാ തട്ടിലേക്കും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിലേക്കായിട്ട് ഒരു 12 ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 12 മിനിറ്റ് വരെ വെച്ച് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് പാത്രം അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇഡ്ഡലി വേഗം വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇഡ്ഡലി റെഡിയായോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം കണ്ടില്ലേ, ഇതിൽ ഒന്നും ഒട്ടാതെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഡ്ഡലി വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നാറാനായിട്ട് വെക്കണം. ആറിയ ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ഇഡ്ഡലിയൊക്കെ കുറച്ച് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റവ ഇഡ്ലി റെഡിയായി കഴിഞ്ഞു. ഇത് തേങ്ങാ ചട്നി, കാര ചട്നി, സാമ്പാറിന്റെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.